ഹായ് ഡിയേഴ്സ്. അപ്പോൾ കുറേ നാളായി നമ്മൾ വീഡിയോ ചെയ്തിട്ട് നമുക്ക് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. ലോങ് വീഡിയോ ഇടാനായിട്ട്, ഷോർട്ട് വീഡിയോ ഇടാനായിട്ട് നമുക്ക് സമയം ഉണ്ടായിരുന്നില്ല. കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു നമ്മുടെ വീട്ടിലത്തെ. അപ്പോൾ എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റില്ല. കാരണം ക്യാമറയും ഇതൊക്കെ ഞാൻ തന്നെ ചെയ്യുന്നുണ്ട്, സ്റ്റിച്ചിങ്ങും ഒക്കെ ഞാൻ തന്നെ ചെയ്യുന്നത് കൊണ്ട് അപ്പോൾ എല്ലാം കൂടെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ ഒരു കാര്യം പറയാനായിട്ടാണ്. അപ്പോൾ ഞാനൊരു ഫ്രീ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫീസ് ഇല്ലാതെ തയ്യൽ പഠിക്കാം എന്നുള്ളൊരു ഇത് വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറേ പേര് ചെയ്യുന്നുണ്ട് വീഡിയോയിൽ. അപ്പം ഞാൻ ഡീപ്പായിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ആരും പറഞ്ഞു തരാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ ക്ലാസ്സുകളിൽ പോയിട്ട് എങ്ങനെ പഠിക്കുന്നു അതേ രീതിയിൽ തയ്യൽ ക്ലാസ് എടുത്താലോ, അത് എന്തിനാണെന്ന് വെച്ചാൽ ചുരിദാർ, അതേപോലെ കുർത്തികളിൽ അംബ്രല്ല, അതേപോലെ തന്നെ പ്ലീറ്റഡ്, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടല്ലോ, അതിൻ്റെയും ബ്ലൗസിൻ്റെയും പാൻറ്റിൻ്റെയും ഈ 3 ഐറ്റംസിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കോഴ്സ്. അതിൽ കാശൊന്നും വേണ്ട, നമ്മൾ ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാനുണ്ടാവോ, അതോ നിങ്ങൾക്ക് അതിന് താല്പര്യമുണ്ടോ, ഉള്ളവരുണ്ടെന്ന് വെച്ചാൽ ചെയ്യണം എന്നുണ്ടെന്ന് വെച്ചാൽ കമൻറ്റിൽ പറയണം കേട്ടോ. ഞാൻ എന്തായാലും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് താല്പര്യം ഉണ്ടെങ്കിലല്ലേ നമ്മളത് ചെയ്യേണ്ടുള്ളൂ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ക്ലാസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കമൻറ്റിൽ പറയാം കേട്ടോ. പിന്നെ ഞാനൊരു പണിപ്പുരയിലായിരുന്നു, നമ്മുടെ പണിപ്പുരയിൽ തന്നെയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്തിരിക്കുന്നത് ഈ പിക്ചറിൽ കണ്ടിരിക്കുന്ന മോഡൽ പോലെ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഇതിൻ്റെ പേര് മിൽക്ക് മെയ്ഡ് ഡ്രസ്സ് എന്നാണ് തോന്നുന്നുണ്ട്, അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. ഞാൻ ഇൻട്രസ്റ്റിൽ കണ്ടതാണ്. അപ്പോൾ കണ്ടപ്പോൾ എൻ്റെ കയ്യിൽ അതിനെപ്പറ്റി മെറ്റീരിയൽ ഉണ്ടായില്ല, കോട്ടൻ്റെ മെറ്റീരിയൽ ഉണ്ടായേ. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളാരും കളിയൊക്കെ ഒന്നും ചെയ്യരുത് കേട്ടോ, ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. ഇതാണ് ഇത് ഞാൻ ഇട്ടിട്ടുള്ളത് കേട്ടോ. ഇതിപ്പോൾ ഞാൻ നമ്മുടെ സ്ലീവിൻ്റെ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇലാസ്റ്റിക്കാണ്, അതേപോലെ ഇവിടെയും കൊടുത്തിരിക്കുന്നത് ഇലാസ്റ്റിക്കാണ്. ബാക്കിൽ നമ്മൾ സിബ് ചെയ്തിട്ടുണ്ട്. ഇത് കോട്ടൻ്റെ മെറ്റീരിയലാണ് കേട്ടോ വരുന്നത്. കണ്ട ഇവിടുത്തെ ഈ ഒരു ഞെറിയാണ് ഇതിൻ്റെ പ്രത്യേകത കേട്ടോ. ഞാൻ ഉള്ളിൽ മടക്കി അടിച്ചിട്ടില്ല. ഞാനിത് നിങ്ങളെ കാണിച്ചിട്ട് അതൊക്കെ ചെയ്യാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇട്ട് നോക്കിയപ്പോൾ കുഴപ്പമൊന്നും തോന്നിയില്ല. അപ്പം നിങ്ങളെ കാണിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ കേൾക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനിത് ഇട്ടിട്ട് കാണിക്കാം. നിങ്ങൾ കൊള്ളാമോ ഇല്ലയോ എന്നൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്തെങ്കിലും ഒന്ന് പറയണം. നിങ്ങൾ പറയുമ്പോഴാണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ളൊരു പ്രചോദനം ഉണ്ടാവുന്നത്. നിങ്ങളുടെ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ എനിക്ക് കയറി വരാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ചെയ്തിരിക്കുന്നത് കോറ കോട്ടൺ മെറ്റീരിയലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കുറച്ച് തുണി നമ്മുടെ കയ്യിലുണ്ടായിരുന്നു, അതാണ് ഞാൻ ഇത് വെച്ചത്. ഇത് ചെയ്യാനായിട്ട് ഈ മിൽക്ക് മെയ്ഡ് ഡ്രസ്സ് ചെയ്യാനായിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മെറ്റീരിയൽ ക്രേപ്പ് പറ്റും, ജോർജറ്റ് പറ്റും, അതേപോലെ തന്നെ ഷിഫോൺ പോലത്തെ മെറ്റീരിയലൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ മിൽക്ക് മെയ്ഡ് ഡ്രസ്സ് ചെയ്താലായിരിക്കും കൂടുതൽ ഭംഗിയുണ്ടാവുക. കോട്ടൺ ആകുമ്പോൾ കുറച്ച് ഇങ്ങനെ എന്താ പറയുക പൊന്തി അതൊരു നല്ല ഉണ്ടാവില്ല. അപ്പം എന്തായാലും ഞാനിതൊന്ന് ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് നിങ്ങളത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയും കേട്ടോ. അതേപോലെ ആയോന്ന് അറിയില്ല, കുറച്ച് കോട്ടൺ ആയതുകൊണ്ട് തന്നെ ഈ ഞെറി എടുക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു ഭയങ്കരമായിട്ട് പൊങ്ങളായിട്ട് നിൽക്കണ പോലെ തോന്നും ഈ ഞെറി. അത് മറ്റേ നമ്മുടെ ജോർജറ്റ്, ഷിഫോൺ, അതേപോലെ തന്നെ ക്രേപ്പ് ടൈപ്പുള്ള മെറ്റീരിയൽസ് ആണെന്ന് വെച്ചാൽ ഇത്രയും ഇതായിട്ടുണ്ട്. പിന്നെ ഇത്രയും ഞെറി കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിത് ഫസ്റ്റ് ടൈമാണ് തയ്ക്കുന്നത്. അപ്പോൾ ഒന്ന് ഒരു വെറൈറ്റി തയ്ച്ച് പഠിക്കാം അല്ലെങ്കിൽ തയ്ച്ച് നോക്കാം എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ എങ്ങനെ തയ്ക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഇതിൻ്റെ വേറൊരെണ്ണം ക്രേപ്പിൽ അല്ലെങ്കിൽ ബിസ്കോസ് മെറ്റീരിയൽ വെച്ചിട്ട് ഒന്നും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാവേ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കട്ടിങ്ങും സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം പറയണം. ഓവറാണെങ്കിൽ ഓവറെന്ന് പറഞ്ഞോളൂ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ കൊള്ളില്ല മോശമാണെന്നുള്ളത് വെച്ചാൽ അതും പറഞ്ഞോളൂ, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാമല്ലോ എങ്ങനെയാണ് ഇനിയിപ്പോൾ. അപ്പോൾ ഫസ്റ്റ് ടൈം ആയിട്ടൊന്ന് കഴിച്ച് നോക്കിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റിൽ പറയണം കേട്ടോ. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റിൽ പറയണം. അപ്പോൾ ഫസ്റ്റ് ടൈം ചെയ്തതായതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള പോരായ്മകൾ ഉണ്ടാവും, ഞാൻ പറയുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ബൈ ബൈ.